റാപ്പർ വേടന്റെ പാട്ട് പാഠ്യവിഷയത്തിൽ ഉൾപ്പെടുത്തി കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകൾ. കാലിക്കറ്റ് സർവകലാശാലയിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമിൽ മലയാളം 4ാം സെമിസ്റ്ററിലാണ് വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയത്. വിനേഷാണ് ഈ വാർത്തയുടെയും വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനേഷ്, വേടന്റെ പാട്ടുകൂടി കൊണ്ടുവരികയാണ് പാഠ്യവിഷയത്തിൽ. വലിയ പ്രശ്നങ്ങൾ നേരത്തെ സംസ്ഥാനത്തുണ്ടാവുകയും സംസ്ഥാന സർക്കാർ പിന്തുണയ്ക്കുകയും പരിപാടികൾ ഒഴിവാക്കുകയും പിന്നീട് പരിപാടി നൽകുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ പാഠ്യവിഷയത്തിൽ കൂടി ഉൾപ്പെടുത്താനുണ്ടായ സാഹചര്യം എന്താണ്? വിശദാംശങ്ങൾ. അഖില, ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടാണിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നാലാം വർഷ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് അമേരിക്കൻ റാപ്പ് മ്യൂസിക്കുമായി ഉള്ള ഒരു താരതമ്യപ്പെടുത്തുന്ന ഒരു പഠനം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതിൽ വേറെയും ഓപ്ഷനുണ്ട്. വേടൻ്റെത് തന്നെ പഠിക്കണം എന്നുള്ളൊരു നിർബന്ധം എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കില്ല. ഒപ്പം തന്നെ മറ്റുള്ള ഓപ്ഷൻ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പക്ഷേ ഇത് കൂടി വേടൻ്റെ പാട്ട് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് അമേരിക്കൻ റാപ്പ് മ്യൂസിക്കുമായുള്ള ഒരു ബന്ധം, അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് എന്തായാലും ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ മൈക്കിൾ ജാക്സന്റെ ദി ഡോണ്ട് കെയർ അസ് എന്ന പാട്ടുമായാണ് ഇത് യഥാർത്ഥത്തിൽ താരതമ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഒരു ജനകീയമാണ് എന്നുള്ളൊരു വിലയിരുത്തൽ, ഒരു ജനകീയ മതമാണ്, ഒപ്പം തന്നെ ഒരു പോപ്പുലറായ സോങ് കൂടിയാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കുള്ളത്. ഒപ്പം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കും ഇതുപോലെ തന്നെ ഇംഗ്ലീഷ് 4ാം സെമസ്റ്ററിൽ ജനപ്രിയ സംസ്കാരം എന്ന പാഠഭാഗത്ത് കൂടി വേടന്റെ പാട്ട് ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വേടനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ട് കൂടുതൽ ജനപ്രിയമാവുന്നു. വേടൻ്റെ അറസ്റ്റിന് പിന്നാലെ കണ്ടതാണ് പലയിടത്തും വേടന് പിന്തുണയുമായി ആളുകൾ തെരുവിലിറങ്ങുന്നതും, അല്ലെങ്കിൽ ആ ഒരു യൂത്തിൻ്റെ ഒരു പ്രകടനവും ഒരു അത്യാവേശവും നമ്മൾ കണ്ടതാണ്. ഇത് പിന്നീട് ഈ വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റുപറ്റി എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടായത്. പിന്നീട് വേടന്റെ പാട്ട് സർക്കാരിന്റെ പരിപാടിയിൽ തന്നെ കോഴിക്കോടും അതുപോലെ തന്നെ പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വേടനെ ഗസ്റ്റായി എത്തിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 2 സർവകലാശാലകളിൽ വേടന്റെ പാട്ട് ഉൾപ്പെടുത്തി എന്നുള്ളത്. അഖില, ശരി, വിനേഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.